ഞാനൊരു സംഭവം പറയാം. വിഷയം ത്യാഗസ്മൃതികളാണല്ലോ. മഹാനായ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ഖലീഫയുടെ കാലത്ത് നടന്നൊരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ലാഹ് ഒരു സന്ദർശനത്തിന് വേണ്ടി വന്നു. ആ സന്ദർശനത്തിന് വേണ്ടി വന്ന സമയത്ത് ഉർവത്ത് ബിൻ സുബൈറിന്റെ ജീവിതത്തിൽ കടുത്ത ഒരു പ്രതിസന്ധി ഉണ്ടായി. അദ്ദേഹത്തിന് കുറെ കാലങ്ങളായി ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖം വർദ്ധിച്ച് പഴുത്ത് വളരെ പ്രയാസകരമായി തീർന്നു അദ്ദേഹത്തിന്റെ കാല്. ആ സമയത്ത് വൈദ്യന്മാരെ കൊണ്ടുവന്നു. വൈദ്യന്മാര് പറഞ്ഞു, നിങ്ങളുടെ കാലിന്റെ വേദന മാറ്റുവാൻ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അതെന്താണ്? കാല് വെട്ടി മുറിച്ചു മാറ്റുക. കാല് വെട്ടി മുറിച്ചു മാറ്റുക എന്നൊരു പരിഹാരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കാല് വെട്ടി മുറിച്ചു മാറ്റി. ആ മുറിച്ചു മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന് വേദന ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി മദ്യം കഴിക്കുവാൻ വേണ്ടി വൈദ്യർ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഈ മരുന്ന് കഴിക്കുന്നതോടുകൂടി, ഈ മദ്യം കഴിക്കുന്നതോടുകൂടി എൻ്റെ ബോധം നഷ്ടപ്പെടും. എൻ്റെ ബോധം നിറയെ അള്ളാഹു എന്ന ഓർമ്മയാണ്, അള്ളാഹു എന്ന വിചാരമാണ്. നിങ്ങളെ മരുന്നിലോ ഔഷധത്തിലോ ഉള്ള അമിതമായ വിശ്വാസം കൊണ്ടല്ല ഉർവത്ത് ഇങ്ങോട്ട് വന്നത്. എന്റെ കാല് പോയാലും കണ്ണ് പോയാലും കയ്യ് പോയാലും കാത് പോയാലും എന്റെ കൂടെ എന്റെ നാഥനുണ്ട്. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ വന്നത്. കാല് മുറിച്ചോളൂ. അങ്ങനെ കാല് മുറിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവരെല്ലാവരും അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം പെടയുന്നു വിചാരിച്ചിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, കാല് മുറിച്ചു മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. കാല് മുറിച്ചു മാറ്റി. ആ മഹാനായ സത്യവിശ്വാസിയുടെ കാല് പച്ചക്കരിഞ്ഞെടുത്തു. അദ്ദേഹം കിടന്ന ആ ടേബിൾ നിറയെ അദ്ദേഹത്തിന്റെ കണ്ണുനീരായിരുന്നു എന്നാണ് ചരിത്രത്തിലുള്ളത്. അവിടെ അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകനും വന്നിരുന്നു ആ കൊട്ടാരത്തിലേക്ക്. കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് കുട്ടിയെ ഒരു കുതിര ചവിട്ടി ആ കുട്ടിയും മരിച്ചുപോയി. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ കടുത്ത രണ്ട് പരീക്ഷണങ്ങൾ എന്ന് റസൂൽ പറഞ്ഞ രണ്ട് പരീക്ഷണങ്ങൾ, ഒരു മകന്റെയോ മകളുടെയോ നഷ്ടം, അതല്ലെങ്കിൽ ഒരു അവയവത്തിന്റെ നഷ്ടം. ഈ രണ്ട് നഷ്ടങ്ങളും ഒരു മഹാനായ സത്യവിശ്വാസിയുടെ അതിസാധാരണക്കാരനായ നമ്മളെപ്പോലെയുള്ള ഒരു സാധു മനുഷ്യന്റെ ജീവിതത്തിലാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വരുന്നത്. അദ്ദേഹം വല്ലാതെ പടഞ്ഞു പോകേണ്ട സന്ദർഭമാണ്. ഉർവത്ത് ബിൻ സുബൈർ എന്ന പിതാവ് കരയുകയാണെങ്കിൽ ഏറ്റവും ഉച്ചത്തിൽ കരയേണ്ട സന്ദർഭമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് നീ ഇത്രയും അവയവങ്ങൾ തന്നു. കാണുവാൻ കണ്ണും കേൾക്കുവാൻ കാതും പ്രവർത്തിക്കുവാൻ കൈകാലുകളും എല്ലാം തന്നത് നീയാണ്. ഞാൻ ചോദിച്ചിട്ട് കിട്ടിയതല്ല, ജനിച്ചപ്പോഴേ നീ തന്നതാണ്. ഇപ്പോൾ നീ തിരിച്ചു ചോദിക്കുന്നത് എന്താണ്? ഒരു കാലു മാത്രമാണ്. നീ സ്നേഹത്തോടെ സമ്മാനിച്ച ഈ കാല് അതിലേറെ സ്നേഹത്തോടെ നിനക്ക് തന്നെ തിരിച്ചു തരുന്നു നാഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് നീ 6 മക്കളെ തന്നു. കണ്ണിന് കുളിർമയായി, മനസ്സിന് ആനന്ദമായി, ജീവിതത്തിന് പ്രതീക്ഷയായി, മനസ്സിന്റെ സ്വപ്നമായി, ഹൃദയത്തിന്റെ കിനാവായി 6 മക്കളെ നീ തന്നു. അതിൽ നിന്നൊരു മകനെ മാത്രമാണ് തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ എന്തിനാണ് തരാതിരിക്കുന്നത്? ഇതാണ് അദ്ദേഹം പറയുന്നത്. ആ സമയത്താണ് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു കച്ചവട സംഘം വരുന്നത്. ആ കച്ചവട സംഘം ദരിദ്രരായ കച്ചവട സംഘമാണ്. ആ ദരിദ്രരായ കച്ചവട സംഘത്തിലെ ഓരോ ആളുകളെയും പരിചയപ്പെടുന്ന സമയത്ത് കൂട്ടത്തിൽ കണ്ണുപൊട്ടിയ ഒരു മനുഷ്യനുണ്ട്. കണ്ണ് ജന്മനാ നഷ്ടപ്പെട്ടതല്ല എന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന രൂപത്തിൽ മുറിവോടുകൂടിയാണ് കണ്ണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അയാളോട് വലീദ് ബിൻ അബ്ദുൽ മലിക് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ കണ്ണ് നഷ്ടപ്പെട്ടത്? കണ്ണ് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്ന ഖലീഫയുടെ ചോദ്യത്തിന് ആ മനുഷ്യൻ നൽകുന്ന ഉത്തരം ഒരു ഉത്തരമാണ്, ഒരു ജീവിത കഥയാണ്. ദുരന്തത്തിന്റെ വലിയൊരു സമുദ്രം പൊട്ടിയൊഴുകിയ ഒരു മനുഷ്യന്റെ അധോഗതിയുടെ ചരിത്രമാണ്. അദ്ദേഹം പറഞ്ഞു, എന്നെ ഇങ്ങനെയാക്കിയത്, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഭിക്ഷകനാക്കി എന്നെ മാറ്റിയത്, ഇത്രയും വലിയ ദുരിതത്തിലേക്ക് എന്നെ ആഴ്ത്തിയത് ഒരൊറ്റ ദിവസമാണ്, ഒരൊറ്റ രാത്രിയാണ്, ഒരേ ഒരു രാത്രി.
അബസ് എന്ന ഒരു മഹാഗോത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ഞാൻ. ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു ഞാൻ. ഒരു താഴ്വരയുടെ കീഴെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. വളരെ സുഖസമൃദ്ധമായ ജീവിതം, ധാരാളം പണമുണ്ട്, മക്കളുണ്ട്, നല്ല കുടുംബമുണ്ട്, എല്ലാ സുഖ സൗഖ്യങ്ങളും ഭൗതിക കൗതുകങ്ങളുമുള്ള ഒരു ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു രാത്രി ഒരു വലിയ വെള്ളപ്പൊക്കം വരുന്നത്. ആ വെള്ളപ്പൊക്കത്തിൽ എന്റേതെന്ന് ഞാൻ കരുതിയതെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം ഒലിച്ചുപോയി. ഒന്നും എനിക്ക് ബാക്കി കിട്ടിയില്ല. എന്റെ മക്കളെല്ലാം പോയി, എന്റെ കുടുംബം നഷ്ടപ്പെട്ടു, എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, എന്റെ വീട് നഷ്ടപ്പെട്ടു, എന്റെ കൃഷി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. എന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് ബാക്കിയായി കിട്ടിയത് ഒരു ഒട്ടകം മാത്രമായിരുന്നു. എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ബാക്കിയായി കിട്ടിയത് എന്റെ ഒരു കുഞ്ഞ് മാത്രമായിരുന്നു. ഇതുമാത്രമാണ് ബാക്കി കിട്ടിയത്. അങ്ങനെ ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ട വിതമ്പി നിൽക്കുന്ന ആ സമയത്ത്, ഒരു കുഞ്ഞു ഒട്ടകവും മാത്രം ബാക്കി കിട്ടിയ ആ സമയത്ത്, കുഞ്ഞിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് വിരളി പിടിച്ച് മോട്ട് പിടിച്ച് ആ ഒട്ടകം ഓടാൻ തുടങ്ങി. അപ്പൊ കുഞ്ഞിനെ ഒരു കല്ലിലിരുത്തി ഞാൻ ഒട്ടകത്തിന്റെ പിറകെ നടന്നു. ഓടി ഒട്ടകത്തെ പിടിച്ചു കെട്ടാൻ. ആ ഒട്ടകവും നഷ്ടപ്പെടും. അങ്ങനെ ഒട്ടകത്തിന്റെ പിറകെ ഓടുന്ന സമയത്താണ് പിറകെ ഇന്ന് കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയെ ഒരു ചെന്നായ കടിച്ചു പിടിച്ച് കുട്ടിയുടെ കഴുത്ത് മുതലുള്ള മേൽഭാഗം, തലഭാഗം മുഴുവനും ചെന്നായയുടെ വായിലായിട്ടുണ്ട്. കുട്ടിയെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ആ വിഷമം ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒട്ടകം, എന്നെ വിരളി പിടിച്ച ഒട്ടകം ഒരു ചവിട്ട് ചവിട്ടുന്നത്. ആ ചവിട്ടിൽ എന്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു. ഒരൊറ്റ രാത്രി കൊണ്ട് മക്കളും കുടുംബവും സമ്പത്തും ഐശ്വര്യങ്ങളും കൗതുകങ്ങളും കിനാവും സ്വപ്നങ്ങളും ആരോഗ്യവും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നവനായി തീർന്ന ഈ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് ഒരൊറ്റ രാത്രിയാണ് എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. ആ സമയത്ത് വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ആ ഖലീഫ ഈ മനുഷ്യന്റെ കൈപിടിച്ചുകൊണ്ട് നേരെ നടന്നു. എങ്ങോട്ടാണ് നടക്കുന്നത്? ഉർവത്ത് ബിൻ സുബൈറിന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് ഉർവത്ത് ബിൻ സുബൈറിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇയാളെ നിർത്തിയിട്ട് പറഞ്ഞു, അല്ലയോ ഉർവത്ത് ബിൻ സുബൈർ, നിങ്ങൾ കരയരുത്, നിങ്ങൾ വാടരുത്, എത്ര വലിയ പേമാരിയിലും നിങ്ങൾ കുതിരരുത്, എത്ര വലിയ ചുടുവെയിലും നിങ്ങൾ തളരരുത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും നഷ്ടങ്ങളല്ല ഉർവത്ത്, നിങ്ങൾക്ക് ലഭ്യമാകാതെ പോയതൊന്നും നഷ്ടങ്ങളല്ല ഉർവത്ത്. ഈ മനുഷ്യനെ നോക്കൂ, എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഈ മനുഷ്യൻ. ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ട് ഒരു ദരിദ്രനായി മാറിയ സമ്പന്നനാണ് ഈ മനുഷ്യൻ. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് ഇയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക് ഉർവത്ത് ബിൻ സുബൈറിനോട് പറയുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊന്നും നഷ്ടങ്ങളല്ല എന്ന് മനസ്സിലാകുന്നത് എല്ലാം നഷ്ടപ്പെട്ടവരെ കാണുമ്പോഴാണ്. എല്ലാം നഷ്ടപ്പെട്ടവരെ കാണുമ്പോഴാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊന്നും നഷ്ടങ്ങളല്ല എന്ന് നമ്മൾ അറിയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ആ ഒരു സംതൃപ്തിയാണ്. ജീവിതത്തിൽ കിട്ടിയതൊക്കെ വലിയതാണ് എന്ന ഒരു ബോധം ലഭിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ തഖ്വയുടെ, ശുക്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ശക്തി. ഇതാണ് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ കരുത്തു നൽകുന്ന, കർമ്മശക്തി നൽകുന്ന ഏറ്റവും വലിയ ഊർജമായി, ഇന്ധനമായി ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. എന്താണ് മുസ്ലിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്നറിയുന്നതിന് വേണ്ടി ശത്രു സംഘങ്ങൾ ചാരന്മാരെ പറഞ്ഞയക്കുമായിരുന്നു മുസ്ലിങ്ങളുടെ കൂട്ടത്തിലേക്ക്. എന്താണ് മുസ്ലിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം? അവർക്കൊന്നുമില്ല, തുരുമ്പ് പിടിച്ച വാളുകളാണ്, ഒട്ടിയ വയറാണ്, ആൾബലവും ആയുധബലവും വളരെ വിരളമാണ്, പക്ഷെ അവർ വിജയിക്കുന്നു. എന്താണ് അവരുടെ വിജയത്തിന്റെ രഹസ്യം? ശത്രു സംഘങ്ങൾ ചാരന്മാരെ പറഞ്ഞിരിക്കുന്നു. ചാരന്മാർ 1, 2, 3 ദിവസങ്ങൾ ഇവരുടെ കൂടെ ജീവിക്കുന്നു, മുസ്ലിങ്ങളുടെ കൂടെ. അങ്ങനെ കൂടെ ജീവിച്ച് എന്താണ് മുസ്ലിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം, അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി ശത്രു സംഘങ്ങളോട് പറയുന്നുണ്ട്. എന്താണ് മുസ്ലിങ്ങളുടെ വിജയരഹസ്യം? മുസ്ലിങ്ങളുടെ വിജയരഹസ്യം വേറൊന്നുമല്ല. മുസ്ലിങ്ങൾ പകൽ നേരങ്ങളിൽ അവർ പോരാളികളാണ്. അവരുടെ കണ്ണുകൾ ചുവന്നിരിക്കും, അവരുടെ മുഖം തുടുത്തിരിക്കും. ശത്രു സംഘങ്ങളോടുള്ള വീറും വൈരാഗ്യവും തുടിച്ചു നിൽക്കുന്ന മനസ്സുകളാണ് പകൽ നേരങ്ങളിൽ അവർ.
അവരേതൊരു ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിന്റെ മാർഗത്തിൽ അടരാടാനുള്ള, പടപൊരുതാനുള്ള, വിയർക്കുവാനുള്ള, വെയിൽ കൊള്ളാനുള്ള തയ്യാറെടുപ്പാണ് പകൽ സമയങ്ങളിൽ അവർ നടത്തുന്നത്. രാത്രിയോ അവരേതൊരു ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിന് മുന്നിൽ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ വിതുമ്പി വിതുമ്പി പ്രാർത്ഥിക്കുന്ന ഭക്തരാണവർ എന്നാണ് ശത്രുസംഘങ്ങളെ അറിയിക്കുന്നത് ചാരന്മാർ. പകൽ നേരങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിലെ പടയോട്ടം നടത്തുന്ന പോരാളികളാണ് മുസ്ലിങ്ങൾ. രാത്രിയിലോ അതേ അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് വിതുമ്പി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളാണ് അവർ എന്നാണ് അറിയിച്ചു കൊടുക്കുന്ന വിവരം. യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നേറ്റത്തിന്റെ ഊർജം ഈ ഭക്തിയാണ്, അള്ളാഹു എന്ന ഓർമ്മയാണ്. ആ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഒരേ സമയം നമ്മെ ആശ്വാസമുള്ളവരും അതേസമയം ആവേശമുള്ളവരുമാക്കി തീർക്കുന്നത്. ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളുടെ മുന്നിലും, എത്ര കടുത്ത പ്രതിസന്ധികളുടെ മുമ്പിലും ഒരു വിശ്വാസി കരയാൻ പാടില്ല. ഒരു വിശ്വാസി കരയാൻ പാടില്ല, തളരാൻ പാടില്ല. എന്നാൽ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധികളിലും കരയാത്ത വിശ്വാസി അള്ളാഹുവിന്റെ മുമ്പിൽ കരയണം. അള്ളാഹുവിന്റെ മുമ്പിൽ കരയണം. അള്ളാഹുവിന്റെ മുമ്പിൽ വിതുമ്പി വിതുമ്പി കരയുന്ന ഒരു എളിമയുള്ള വിശ്വാസിയായി അവൻ മാറണം. ഇതാണ് നമ്മുടെ ഊർജം.